അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഇസ്ലാമിക ചരിത്രത്തില് വളരെ വേദനിപ്പിക്കുന്ന ഒരു സമര പോരാട്ടമാണ് ഉഹ്ദ് എന്ന് പറയുന്നത്. ധാരാളം യുദ്ധങ്ങളും സമരങ്ങളും പ്രതിരോധങ്ങളും നടന്നിട്ടുണ്ട്. എന്നാൽ എല്ലാം ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടല്ല എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കേണ്ടതും ഉണ്ട്. ഓരോ യുദ്ധങ്ങൾക്കും വ്യത്യസ്തങ്ങളായ പശ്ചാത്തലങ്ങളുണ്ട്. ചില കാരണങ്ങൾക്ക് വേണ്ടിയാണ് യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. നമുക്കറിയാം, ബദർ യുദ്ധം അള്ളാഹുവിന്റെ മതമാകുന്ന വിശുദ്ധമായ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങൾ പോരാടിയതെങ്കിൽ, ഉഹദ് യുദ്ധം നടന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത്, സ്നേഹം എത്രത്തോളമുണ്ട്, അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അത് മഹാന്മാരായ സഹാബത്തും സഹാബി വനിതകളും ഉഹദ് രണഭൂമിയിൽ വെച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിലേക്ക് പുറപ്പെട്ട സഹാബത്തിനെ ശുശ്രൂഷിക്കാനും അവർക്ക് വേണ്ട പരിചരണങ്ങളും ഭക്ഷണങ്ങളും വെള്ളങ്ങളും കൊടുക്കാൻ വേണ്ടി അവരോട് കൂടെ പോയ മഹദിയാണ് നുസൈബ ബിൻത്ത് കഅബ് റളിയല്ലാഹു അൻഹ. അവർ വിളിക്കപ്പെടുന്ന പേരാണ് ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹ. എന്നാൽ ഉഹദ് രണഭൂമിയിൽ ആയുധമെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് ചരിത്രം വായിക്കുന്നത്. ഉഹദ് രണഭൂമിയിൽ മുസ്ലിം സൈന്യത്തിന് ആദ്യം വൻ വിജയം നേടിയെടുക്കാൻ സാധിച്ചു. എന്നാൽ അതിനുശേഷം ചെറിയൊരു പ്രയാസം മുസ്ലിം സൈന്യത്തിന് ഏൽക്കേണ്ടി വന്നു. അതിനുശേഷം പൂർണ്ണമായ വിജയം മുസ്ലിം സൈന്യം നേടിയെടുക്കുകയും ചെയ്തു. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജബലുർ റുമാത്ത് എന്ന് പറയുന്ന പർവ്വതത്തിന് മുകളിൽ 50ഓളം വരുന്ന സഹാബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിശ്ചയിച്ചു. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്റെ സമ്മതമില്ലാതെ താഴോട്ട് ഇറങ്ങരുത്. ഉഹദ് രണഭൂമിയിൽ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു. ശത്രു സൈന്യങ്ങൾ പിന്തിരിഞ്ഞോടി. ആ സമയത്ത് മഹാന്മാരായ സഹാബത്ത് ആയുധങ്ങളൊക്കെ മാറ്റിവെച്ച് ശത്രുക്കൾ ഉപേക്ഷിച്ച് പോയ സ്വത്തുക്കൾ, അത് ഗനീമത്ത് സ്വത്തുക്കൾ റെഡിയാക്കുന്ന സമയം. ആ സമയത്ത് ജബലുർ റുമാത്തിൽ നിശ്ചയിച്ചിരുന്ന സഹാബികളിൽ ചില ആളുകൾ പറഞ്ഞു, ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങാം. മറ്റു ചില സഹാബികൾ പറഞ്ഞു, ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമ്മതം കിട്ടാതെ ഇറങ്ങാൻ പറ്റൂല. ഇറങ്ങാമെന്ന് പറഞ്ഞ സഹാബത്ത് യുദ്ധം തീരുന്നതിന് മുൻപ് ഇറങ്ങരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നും, ഇപ്പോൾ യുദ്ധം അവസാനിച്ചല്ലോ, ഇനി ഇറങ്ങാമെന്നുമാണ് എന്ന് മനസ്സിലാക്കി സഹാബികൾ ഇറങ്ങി. ഏതാനും കുറഞ്ഞ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതം തന്നിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ നിലയുറപ്പിച്ചു. പിന്തിരിഞ്ഞോടിയ സൈന്യം പുറകിലോട്ട് നോക്കുന്ന സമയം ജബലുർ റുമാത്തിൽ വളരെ തുച്ഛമായ സഹാബത്തിനെ കാണുന്നുള്ളൂ. അവർ തിരിച്ചു വന്നു. ഞൊടിയിടയിൽ അവർ ഉഹദിന്റെ രണഭൂമിയിലേക്ക് ഇരച്ചു കയറുകയും മുസ്ലിം സൈന്യത്തിന് നേരെ അറ്റാക്ക് ചെയ്യുകയും മുസ്ലിം സൈന്യം ഒന്ന് ഭയവിഹ്വലരായി പോവുകയാണ്. എന്ത് സംഭവിച്ചു എന്നറിയാതെ മുസ്ലിം സൈന്യം 4 ഭാഗവും ചിതറിപ്പോയി. അതിനിടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല ചെയ്യപ്പെട്ടു എന്നുള്ള വാർത്തയും കൂടെ പരക്കുന്നത്. ഇതും കൂടെ കേട്ടപ്പോൾ സഹാബത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. പല സഹാബത്തും രണഭൂമിയിൽ നിന്ന് തിരിച്ചുപോയി. പലരും ബോധരഹിതരായി. ചില സഹാബികളൊക്കെ അവിടെ മരണപ്പെടുകയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള വസ്തുത അറിയുന്ന ഏതാനും ചില സഹാബികൾ നബി തങ്ങളോട് കൂടെയുണ്ട്. പക്ഷെ അവർക്ക് വിളിച്ചു പറയാൻ പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല, നബി തങ്ങൾ ഉഹദ് രണഭൂമിയിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ശത്രു സൈന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരെ പാഞ്ഞെടുക്കുമ്പോൾ, നേരത്തെ നമ്മൾ പറഞ്ഞ മഹദിയായ ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹ ഈ സന്ദർഭം, ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ കയ്യിൽ ആയുധമെടുത്ത് രണഭൂമിയിലേക്ക് ഓടുകയാണ്. കാരണം അവർക്ക് സ്വന്തം ശരീരത്തെക്കാളും മറ്റെല്ലാറ്റിനേക്കാളും അവരിഷ്ടപ്പെടുന്നത്, അവർ പ്രിയം വെക്കുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹ അഥവാ നുസൈബ ബിൻത്ത് കഅബ് റളിയല്ലാഹു അൻഹ ഓടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മൽതഫത്ത് യമീനൻ വലാ ഷിമാലൻ ഇല്ല ഉമ്മു ഉമാറ. ഞാൻ ഉഹദ് രണഭൂമിയിൽ ഇടത്തോട്ട് നോക്കുമ്പോഴും വലത്തോട്ട് നോക്കുമ്പോഴും മറ്റു ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോഴൊക്കെ അവിടെയെല്ലാം ഉമ്മു ഉമാറയെ ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി നബി തങ്ങൾക്ക് ചുറ്റും സഞ്ചരിക്കുകയാണ്.
അതിനിടയിലാണ് ഇബ്നു ഖുംആ എന്ന് പറയുന്ന ശത്രു സൈന്യത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ വന്നാണ്ട് നുസൈബ റളിയല്ലാഹു അൻഹയുമായിട്ട് ഏറ്റുമുട്ടുന്നത്. ഇബ്നു ഖുംആയുടെ കയ്യിലുണ്ടായിരുന്ന ശക്തമായ ആയുധം കൊണ്ട് ഉമ്മു ഉമാറയുടെ തോളെല്ലിന് ആഞ്ഞു കുത്തുകയാണ്. ആഴത്തിലുള്ള മുറിവ് സംഭവിക്കുന്നു. 13ഓളം വെട്ടുകളാണ് ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹാക്ക് ഉഹുദ് രണഭൂമിയിൽ ലഭിച്ചിട്ടുള്ളത്. ഇബ്നു ഖുംആയുടെ ആയുധം കൊണ്ടേറ്റ കുത്ത്, ആ ഒരു മുറിവ് ഉണങ്ങിയത് ഒരു വർഷം കഴിഞ്ഞതിന്റെ ശേഷമാണ് എന്ന് ചരിത്രത്തിൽ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ള ദൃഢമായ തീരുമാനമായിരുന്നു അവർ ആ രണഭൂമിയിലേക്ക് ഇറങ്ങിയത്. നോക്കൂ നിങ്ങൾ, മഹതിയായ ഉമ്മു ഉമാറയുടെ 2 മക്കള് ഹബീബ് ബിൻ കഅബ് എന്നവരും അബ്ദുല്ലാഹി ബിൻ കഅബ് റളിയല്ലാഹു അൻഹും, ഈ 2 മക്കള് ഇസ്ലാമിന് വേണ്ടി ഷഹീദായ മക്കളാണ്. നമുക്കറിയാം, മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന ഇസ്ലാമിലെ കള്ളപ്രവാചകൻ, അവന്റെ ആളുകൾ ഹബീബ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിനെ പിടികൂടുകയും മുസൈലിമത്തുൽ കദ്ദാബിന് മുമ്പിൽ ഹാജരാക്കുകയും ചെയ്തു. മുസൈലിമത്തുൽ കദ്ദാബ് ചോദിച്ചു, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണോ? അല്ലേ. ഹബീബ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിൽ യാതൊരു തർക്കവും ഇല്ല, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ്. അടുത്ത ചോദ്യം വന്നു, മുസൈലിമത്തുൽ കദ്ദാബ് അള്ളാഹുവിന്റെ റസൂലാണോ എന്നും, നീ അംഗീകരിക്കുന്നുണ്ടോ എന്നും. മഹാനായ ഹബീബ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, നീ കള്ളനാണ്, നീ കദ്ദാബാണ് എന്ന് പറഞ്ഞപ്പോൾ അവന് ദേഷ്യം, ശക്തമായ ദേഷ്യം വന്നു. അവൻ ഹബീബ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലെ അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ കൽപ്പന കൊടുത്തു. അതുപോലെ തന്നെയാണ് അവരുടെ മകനാണ് അബ്ദുല്ലാഹി ബിൻ കഅബ് റളിയല്ലാഹു അൻഹു. ആ കുഞ്ഞു മകൻ ഉഹദ് യുദ്ധത്തിൽ അപകടം പറ്റിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോനെ ഉമ്മാക്ക് അതൊന്ന് കെട്ടിക്കൊടുക്ക്. ഉമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ഉമ്മ പറയുന്നത്, മോനെ അത് വേണ്ട, മറിച്ച് നീ ചെയ്യേണ്ടത് എന്താണ്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം. അങ്ങനെ ആ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. ധാരാളം അപകടങ്ങൾ, വെട്ടുകളും കുത്തുകളും ആ കുട്ടി ഏൽക്കേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചു ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹാക്കും കുടുംബത്തിനും വേണ്ടി. ആ സമയത്ത് ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹ പറഞ്ഞു, തങ്ങളെ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ സാമീപ്യം ലഭിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി തങ്ങൾ ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ, ഉമ്മു ഉമാറയെ നാളെ സ്വർഗ്ഗലോകത്ത് എൻ്റെ കൂട്ടുകാരിയാക്കി തരണം എന്നും. ഇതങ്ങ് കേട്ടപ്പോൾ ഈ മഹതിയായ ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹ വല്ലാതെ സന്തോഷിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി എനിക്കൊന്നും പ്രശ്നമല്ല, ഇനി എനിക്കൊന്നും ഒരു വിഷയമേ അല്ല എന്ന് മഹദി അവിടുന്ന് വിളിച്ചു പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വല്ലാത്ത മഹബത്ത് വെച്ച മഹദിയാണ് ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹ. പ്രതിസന്ധികളെ തരണം ചെയ്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് ഊട്ടിയുറപ്പിച്ച മഹദിയാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ധാരാളം പുതപ്പുകൾ കിട്ടി. ആ സമയത്ത് അതിലുള്ള നല്ല പുതപ്പ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സഹാബത്ത് പറഞ്ഞു, ഇത് നിങ്ങളുടെ മകന്റെ ഭാര്യയ്ക്ക് നൽകിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഇല്ല, അവരെക്കാളും മഹത്വമുള്ള ഒരു പെണ്ണ് നമ്മുടെ ഇടയിലുണ്ട്. അതാരാണ്? മഹദിയായ നുസൈബ ബിൻത്ത് കഅബ് റളിയല്ലാഹു അൻഹയാണ്, അഥവാ ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ മഹത്വം പറഞ്ഞ പെണ്ണാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞല്ലോ, മൽതഫത്ത് യമീനൻ വലാ ഷിമാലൻ ഇല്ല ഉമ്മു ഉമാറ എന്നും. നബി തങ്ങളെ ആശീർവദിച്ച മഹദിയാണ് ഉമ്മു ഉമാറ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് തന്നെ ഇതിന് അർഹത അവർക്കാണ് എന്ന് പറഞ്ഞ് അവർക്ക് നൽകുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഒരു മനുഷ്യന്റെ ഇഹപര വിജയത്തിന്റെ നിദാനം എന്നുള്ളതാണ്. അത് ഏത് രൂപത്തിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളെ ഇഷ്ടപ്പെടണം, അതെല്ലാം മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാന്മാരായ സഹാബത്തും സഹാബി വനിതകളും പിൽക്കാലത്ത് വന്ന മഹത്തുക്കളൊക്കെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നമുക്ക് സാധ്യമാകൂല എന്നറിയാം. എന്നിരുന്നാലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് നാം നിറക്കുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.